നമുക്കിനൊരു ഷേക്ക് അടിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ടർക്കിഷ് ഡ്രീം എന്ന് പറഞ്ഞിട്ടാണ്. ടർക്കിഷ് ഡ്രീം, ഡ്രീം തുർക്കിയുടെ സ്വപ്നം. പ്രൂൺസ് ആണ്, പിറ്റഡ് പ്രൂൺസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫ്രൂട്ടാണ്. USA മെയിനായിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നതും കൂടുതലായിട്ടുള്ളത് അവിടെ തന്നെയാണ്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് മാംഗോ. നമ്മളുടെ നാട്ടിലുണ്ടാവുന്ന മാംഗോ തന്നെയാണ്. ഷുഗർ, മിൽക്ക്, ഐസ്ക്രീം. ഓക്കെ, വാനില ഐസ്ക്രീം. എന്നാൽ തുടങ്ങാം നമുക്ക്. ഓക്കെ, നമുക്ക് ആദ്യം ഷുഗർ ആഡ് ചെയ്യാം. ഓക്കെ, 4 പ്രോൺസ് ഇട്ടോ. ഒരു കട്ട് ചെയ്ത മാംഗോ, സ്ലൈസ് ചെയ്ത മാംഗോ മുഴുവൻ ഇടാവോ? പകുതി. വാനില ഐസ്ക്രീം, വാനിലയാണല്ലേ ഫ്ലേവർ. മുഴുവൻ ഇടാം അല്ലേ? ഫ്രീസ്ഡ് മിൽക്കാണ്. ബ്ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഷേക്ക് റെഡി ആയിട്ടുണ്ട്. തുർക്കിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിരിക്കുന്നു. ഗ്ലാസ്സിലേക്ക് ഗാർണിഷ് ചെയ്യാം. ആയിക്കോട്ടെ. ടോപ്പിൽ വാനില ഓൾറെഡി നമ്മൾ വാനില ചേർത്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ മേളിൽ സ്ലൈസായ പ്രൂൺസ്. ചോക്ലേറ്റ് സിറപ്പ് അല്ലേ? ടർക്കിഷ് ഡ്രീം റെഡിയാണ്. ആ സ്വപ്നം ഞാനിങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ് അല്ലേ? ഈ സ്വപ്നത്തിൽ പങ്കുചേരുന്നുണ്ടോ? ഇല്ലേ, ഇതെൻ്റെ മാത്രം സ്വപ്നമാണ്. ഞാൻ കഴിച്ചു നോക്കാം. ഈ സ്ട്രോയിൽ വലിച്ചിട്ട് മുഴുവൻ ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. ഇവിടെ വന്നാൽ ഇത് തുർക്കികളുടെ മാത്രം സ്വപ്നമല്ല, നമ്മളുടെയും കൂടി ഒരു സ്വപ്നമാണ്. നല്ല രസമായിട്ട് കഴിക്കാം. അപ്പം സുനിഷ ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ട്രൈ ചെയ്ത ഐറ്റംസ് ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു. ഈ ഗുഹയ്ക്കുള്ള ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ കലക്കി. എന്താ വെച്ചാൽ ഞാൻ അകത്തേക്ക് വരുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ആംബിയൻസും. ശരിക്കും ആംബിയൻസ് മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുകളുടെ ഒരു കാട് തന്നെയായിരുന്നു. ഒരു എന്താ പറയുക, ശരിക്കും എനിക്ക് വിളയാടാനായിട്ട് പറ്റി. നല്ല അസലായിട്ട് ഭക്ഷണം കഴിച്ചു. ജ്യൂസസ്, ഒരുപാട് സാധനങ്ങൾ എൻജോയ് ചെയ്തു. എന്തായാലും നിങ്ങൾ ഈ സ്ഥലം മറക്കരുത്. ഇപ്പോൾ തന്നെ എഴുതി വെച്ചോളൂ. എറണാകുളത്ത് പാലാരിവട്ടം ബൈപ്പാസിൽ ഒബ്രോൺ മാളിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ട് ജംഗിൾ. ഹോട്ട് ജംഗിൾ എന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊന്നും വലിയ കോസ്റ്റ് ആവും, ഭക്ഷണത്തിനൊക്കെ വലിയ കോസ്റ്റ് വരുമെന്ന് തോന്നാം. പക്ഷേ റീസണബിൾ കോസ്റ്റേ ഉള്ളൂ, സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ പോലെ തന്നെ. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. എനിക്ക് നിങ്ങൾക്കും വന്ന് എൻജോയ് ചെയ്യാം. ബൈ.